അങ്ങനെ ഓണത്തിന് ആരാധകരൊക്കെ കാത്തിരുന്ന ദുൽഖർ ചിത്രം അയാം ഗെയിമിന്റെ റിലീസ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരുപാട് സിനിമകൾ ഓണത്തിന് റിലീസാവുന്നുണ്ട്. ഖലീഫ, നിവിൻ പോളിയുടെ ബദ്ലഹേം കുടുംബ യൂണിറ്റ്, സൂര്യയുടെ സിനിമ, ടോക്സിക് എല്ലാം കൂടെ ക്ലാഷ് ആവണോണ്ടാണോ റിലീസ് മാറ്റിയത്, അതോ പേടിച്ചിട്ട് മാറ്റിയതാണോ നമുക്കറിയില്ല. ഏറ്റവും ആദ്യം ഇതിന്റെ റിലീസ് പ്രഖ്യാപിച്ചത് അയാം ഗെയിമിന്റെ ടീമാണ്. ഫുൾ പരിപാടിയൊക്കെ തീർത്തിട്ടാണ് അവർ റിലീസിന്റെ തീയതി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ അവർ എന്തുകൊണ്ടത് പിന്മാറിയെന്ന് ഭയങ്കര ബലമായ സംശയം നമുക്ക് ഈ ആരാധകർക്കിടയിലൊക്കെ ഉണ്ടാവും. ഒരുപാട് ആരാധകർ വെയിറ്റ് ചെയ്തിരുന്ന സിനിമയാണത്. അത് എന്തുകൊണ്ടത് പിന്മാറി എന്നുള്ളത് അണിയറപ്രവർത്തകർ പറയണ അതിന്റെ ടെക്നിക്കലായിട്ടുള്ള വർക്കുകളൊക്കെ വലിയൊരു സിനിമയാണ്, 4 ഭാഷകളിലൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ അതുകൊണ്ടാണ് അവർ നീട്ടി വെക്കണേന്നൊക്കെയാണ് കാരണം പറയണത്. പക്ഷെ കാരണം നമുക്ക് പ്രേക്ഷകരെന്ന നിലയിൽ വ്യക്തമാക്കി മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. സംഭവം മറ്റ് സിനിമകൾ കയറി കൊളുത്തുന്നുള്ള കാര്യത്തിൽ ഇവർക്ക് സംശയമില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ മാറ്റി വെച്ചേക്കണേ. അല്ലാണ്ട് ഈ സിനിമയുടെ വർക്കുകൾ ഇഷ്ടം പോലെ മാസങ്ങൾക്ക് മുമ്പ് തീർന്ന കാര്യങ്ങളാണ്. ഷൂട്ടിംഗ് ട്രെയിലർ വരെ ഇറക്കി, എല്ലാം ഇറക്കിയിട്ടും പിന്നെ റിലീസ് മാറ്റി വയ്ക്കുക എന്നുള്ളത് പ്രേക്ഷകരെ ഒരു ആരാധകർക്ക് കൊടുക്കണ ഒരു മോശം മെസ്സേജാണത്. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ഇതാണെങ്കിലും അവർ ആ സമയം പറഞ്ഞ സമയത്ത് ക്ലാഷുകൾ പലതും വരും. ഇതുപോലെ മോഹൻലാലിനും മമ്മൂട്ടിയുടെ എത്രയോ സിനിമകൾ വന്ന് ഒരാളുടെ സിനിമ വിജയിക്കും, ഒരാളുടെ സിനിമ ചിലപ്പോൾ പൊട്ടിപ്പോകും. അത് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളെന്ന് റിലീസിങ് തീരുമാനിച്ച അന്ന് റിലീസ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ആ ടീം കാണിക്കണമായിരുന്നു. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാ പരിപാടിയും തീർന്ന് ട്രെയിലർ വരെ ഇറക്കി കാര്യങ്ങളൊക്കെ. ഇത് എന്താ നിങ്ങൾക്ക് പറ്റിയതെന്ന് എനിക്കറിയില്ല. ഇപ്പം അവർ ന്യായം പറയണ അതൊക്കെയാണ്. ഒരുപാട് ആരാധകർ കാത്തിരുന്നൊരു സിനിമയാണ്. ഇന്ന് വരും ഈ 20-ാം തീയതി എന്തായാലും പൃഥ്വിരാജിൻ്റെ സിനിമയുടെ ഒപ്പം അത് റിലീസാവുമെന്ന് പറഞ്ഞിരുന്ന സിനിമയാണ്. എന്തുകൊണ്ട് അത് മാറ്റി വയ്ക്കുന്നു എന്ന് പ്രേക്ഷകരായി ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ ഞാനും കുറെ ചിന്തിച്ചാണ് എന്തുകൊണ്ട് ഇത് മാറ്റി വയ്ക്കുന്നു. സിനിമയാകുമ്പോൾ ഒരുമിച്ച് ഇറങ്ങും, ഒരുപാട് ക്ലാഷുകളൊക്കെ സംഭവിക്കും. എല്ലാവരും പടം വിജയിക്കണം എന്നില്ല. ചിലപ്പോൾ ഈ പടം വിജയിക്കാം, ചിലപ്പോൾ നിവിൻ പോളിയുടെ പടം വിജയിക്കാം, ചിലപ്പോൾ പൃഥ്വിരാജിൻ്റെ പടം വിജയിക്കാം. അതൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് തിയേറ്ററിൽ വന്ന് സ്ക്രീനിൽ വന്നാൽ മാത്രമാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഓണം കഴിഞ്ഞിട്ട് ഇത് സിനിമ ഇറക്കുക എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 3-ാം തീയതിയിലത്തേക്ക് എങ്ങാണ്ട് നീട്ടി വെച്ചേക്കണം. ഓണം കഴിഞ്ഞിട്ട് ഈ സിനിമ ഇറക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അരോചകമാണ്. സിനിമ ഓണം കഴിഞ്ഞ് ഇറക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞാൽ ഇനി ഈ സിനിമ ഓണം കഴിഞ്ഞ് ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഇപ്പോൾ ഓണത്തിന് ഇറങ്ങുന്ന സിനിമകളൊക്കെ ഒരുവിധം പ്രതീക്ഷയുള്ള സിനിമ, ബാക്കിയുള്ള സിനിമകൾ. അപ്പോൾ ആ സിനിമകളൊക്കെ റിലീസായി കഴിഞ്ഞ് ഈ സിനിമ സെപ്റ്റംബർ 3-ാം തീയതി റിലീസ് ആകുമ്പോഴത്തേക്കും ഈ സിനിമകളൊന്നും തിയേറ്റർ വിട്ടുണ്ടാവില്ല. ഈ സിനിമകൾക്ക് തിയേറ്ററുകളുടെ എണ്ണം കൂടും, നല്ല സിനിമയാണ്. പിന്നെ എങ്ങനെ അതിനിടയിൽ കൂടുന്ന ഇവർ ഇനി റിലീസ് നോക്കി. ഈ റിലീസ് നീട്ടിയത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും പ്രേക്ഷകർക്ക് ഭയങ്കര നിരാശയാണ്. ദുൽഖറിന്റെ ഫാൻസിന് ഭയങ്കര നിരാശയുണ്ട് ഇത്ര ഒരു പ്രവൃത്തിയിലൂടെ. സിനിമ എന്നുള്ളത് ഒരു കോമ്പറ്റീഷൻ ആയിട്ടാണ്. അതിപ്പോൾ ഇത്രയും സിനിമകൾ ഒരുമിച്ച് ഇറങ്ങുന്നവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയൊക്കെ ഉണ്ടാവും. എന്നാലും അവരത് ഏറ്റവും ആദ്യം റിലീസ് പ്രഖ്യാപിച്ചിട്ട് ഇത്രയും ഈ ഓണത്തിൻ്റെ അടുപ്പിച്ച് വന്ന് അത് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏതൊരു സിനിമാ പ്രേക്ഷകനെ സംബന്ധിച്ചും വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അതവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ടോക്സിക്കൊക്കെ തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളൊക്കെ പല സിനിമകളും വരും. അതൊന്നും വിചാരിച്ച് മലയാള സിനിമ റിലീസ് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് അതൊരു ഇതാണ്. മലയാളികൾക്ക് ഏറ്റവും വലിയ ആഘോഷം ഓണമാണ്. ഓണത്തിന് സിനിമ ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. ആ ഓണത്തിൻ്റെ സിനിമകൾക്ക് കിട്ടുന്ന വാല്യൂ ഓണം കഴിഞ്ഞിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് പരമാവധി ഇത് നേരത്തെ ഇറക്കേണ്ട സിനിമയായിരുന്നു. റിലീസ് മാറ്റിയത് വളരെ മോശം കാര്യമായിപ്പോയി. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യണ സിനിമയുടെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, പല സിനിമകൾ വരും, പക്ഷെ നമ്മുടെ സിനിമയാണ് നല്ലതെന്നുള്ള രീതിയിൽ നമ്മൾ റിലീസ് ചെയ്യുക. അല്ലാണ്ട് വലിയ സിനിമയാണ് അതിനി മാറ്റി വയ്ക്കുക, ആ സിനിമകളുടെ ഒപ്പം ഇറക്കാൻ പാടില്ല എന്നൊക്കെ പറയണത് മോശം കാര്യം. എന്തായാലും അവർക്കൊരു പരാജയ ഭീതി സംവിധായകനും ഇതിൻ്റെ നടനും ഈ സിനിമയുടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള കാര്യം സത്യമാണ്. ഈ പടം കയ്യിൽ നിന്ന് പോയി. പല ഷൂട്ടും
ഷൂട്ട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ സത്യം ആണെന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യണ ഒരു കാര്യമാണ് ഇപ്പോൾ അവർ റിലീസ് മാറ്റിയോടുകൂടി നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇപ്പോൾ ഒരു കഴിഞ്ഞ കുറേ ആഴ്ചയായിട്ട് ദുൽഖറിൻ്റെ സിനിമ മാറ്റും, പൃഥ്വിരാജിൻ്റെ സിനിമയായിട്ട് ക്ലാഷ് വരും. അങ്ങനെ ദുൽഖർ ഫാൻസും പൃഥ്വിരാജിൻ്റെ ഫാൻസായിട്ട് ഭയങ്കര ഫൈറ്റായിരുന്നു. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഫാൻസിന് സന്തോഷമായി, അവരുടെ സിനിമ ഹിറ്റാവുന്ന അവർക്ക് ഉറപ്പായി. ദുൽഖർ തോറ്റു പിന്മാറിയ പോലെ ആയിപ്പോയില്ലേ. അതാണ് ഇവിടെ സംഭവിച്ചേക്കണത്. അപ്പോൾ ഇത് വലിയൊരു ഇതായിപ്പോയി. എന്തൊക്കെ പറഞ്ഞാലും ഒരു പരാജയ ഭീതിയിൽ പിന്മാറി എന്നുള്ള ഒരു ഭയങ്കരമായ ട്രോളുകൾ സിനിമയ്ക്കെതിരെ വരുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഭയങ്കര ട്രോൾ വരും. ഇപ്പം തന്നെ ഒരുപാട് ട്രോളുകൾ വന്നു ഇവര് പ്രഖ്യാപിച്ചതിന് ശേഷം. ഭയങ്കരമായ ട്രോളുകൾ വന്നു. ഇനിയും ഒരുപാട് ട്രോളുകൾ ഏറ്റുവാകും. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ സിനിമ ഇറക്കേണ്ടി അത് മാന്യമായ രീതിയിൽ മാന്യമായ ഡേറ്റിൽ ഇറക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടില്ല, എഡിറ്റിങ് കഴിഞ്ഞില്ല എന്നൊക്കെ പറയണത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ തുല്യമാണ്. സംഭവം നിങ്ങൾ പിന്മാറിയത് ഇത്രയും സിനിമകൾ വന്നേക്കണോണ്ടാണ്, അത്ര സിനിമകൾ പ്രതീക്ഷയുള്ള സിനിമകൾ കൊണ്ടാണ് വന്നേക്കണോണ്ടാണ് നിങ്ങളിത് പിന്മാറിയെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഇതുപോലത്തെ സിനിമകൾ വൻപൻ പ്രഖ്യാപനമായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലർ തന്നെ 6 മണിക്ക് വരുന്നു പറഞ്ഞിട്ട് അന്ന് വന്നില്ല. അന്ന് ട്രെയിലർ ടെക്നിക്കൽ ഇറന്നതാണ്. പിന്നെ ട്രെയിലർ പിന്നീടാണ് ഇറക്കിയത്. അതിൽ തന്നെ കല്ലേടിയായി. ഇപ്പോൾ മൊത്തത്തിൽ കല്ലേടിയാണ് ഈ അയാങ്കേന്ത സിനിമയ്ക്ക്. ഇത് എന്ത് പ്രമോഷനാണ്, എന്ത് സിനിമയാണെന്നുള്ളത് ആൾക്കാരിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. സിനിമ കയ്യിൽ നിന്ന് പോയെന്നാണ് ആൾക്കാരെല്ലാവരും പറയണത്. നല്ല സിനിമയാവട്ടെ, നമ്മൾ സിനിമ സ്നേഹിക്കുന്ന ആളാണ്, നല്ല സിനിമയാവട്ടെ എന്ന് വിചാരിക്കണം. എന്തായാലും ഈ 3-ാം തീയതി എന്തായാലും സിനിമ കാണും. ഫസ്റ്റ് ദിവസം നമ്മുടെ റിവ്യൂ എന്തായാലും നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ നമ്മുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട്, അവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക് യു.